ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടേസ്റ്റി ബ്രെഡ് പുഡിംഗ് ആട്ടോ പരിചയപ്പെടുന്നത്. കുറേ ടൈപ്പിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നത് ഈ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്കട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. ചെറിയ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് 4 ബ്രെഡാണ്. 4 ബ്രെഡ് എടുത്തിട്ട് സാധാ ടൈപ്പ് മൈദയുടെ ബ്രെഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. ആ ബ്രെഡ് 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കാം. സ്ക്വയറായിട്ടുള്ള പീസുകളാക്കി എടുത്താൽ മതി കേട്ടോ. ബ്രെഡ് പുഡിങ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടം വരും കേട്ടോ, അത്ര ടേസ്റ്റാണ്. സാധാരണ ബ്രെഡ് പുഡിങ് റെഡിയാക്കുമ്പോൾ ഇവിടെ പിള്ളേർക്ക് പോലും വേണ്ട, പിന്നെ നമ്മൾ നിർബന്ധിച്ചൊക്കെയാണ് കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണത്തെ എക്സ്പീരിയൻസ് തികച്ചും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് മറക്കാതെ പരീക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കറക്റ്റ് ഒരു കവർ പാലാണ് കേട്ടോ. ആ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. എന്നിട്ട് അത് പകുതിയാകുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലടക്കൊക്കെ റെഡിയാക്കുന്ന പോലെ ഒന്ന് കുറുകിക്കോട്ടെ പാല്. ഈ പാലിന് എത്രത്തോളം ക്രീമി ടെക്സ്ചർ വരുന്നോ അത്രയും സോഫ്റ്റും ടേസ്റ്റും ആവും കേട്ടോ നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് കുറുകിക്കോട്ടെ. കുറുകി വന്നു കഴിയുമ്പം നമുക്ക് ഒരു പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ പാല് ചേർത്ത് കൊടുക്കാം. ചൂടാറുന്നവരെ അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ആ ടൈമിൽ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം കേട്ടോ. അതിനായിട്ടൊരു പാൻ വെച്ച് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പം ഇത് ഫ്ലെയിം വെക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമും ആവരുത്, ഹൈ ഫ്ലെയിമും ആവരുത്, മീഡിയത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇച്ചിരി ടൈം പിടിക്കും കേട്ടോ. അത് നമുക്ക് പാകത്തിനുള്ള കറക്റ്റ് ബ്രൗണിഷ് ഷെയ്ഡ് ആവുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ദേ കണ്ടോ, ആദ്യമേ ഇത് ഇങ്ങനെ ശരിക്കും അത് മെൽറ്റായി വരുന്നതേ ഉള്ളൂ. ഇനി പയ്യെ അതിൻ്റെ കളർ ചേഞ്ച് ആയിക്കോളും കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമായ ഇതേ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഉടനെ തന്നെ പുഡിങ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അത് എണ്ണ തടവുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. ആ പാൻ നന്നായിട്ട് കഴുകി തുടച്ചതായിരിക്കണം. അതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഫുള്ളായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ. കറക്റ്റായിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് അരിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് പറ്റുന്നത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യമേ കാരമലൈസ് ചെയ്ത പഞ്ചസാര വെച്ചില്ലേ, അതിൽ എൻ്റെ മകൾ വന്നൊന്ന് തോണ്ടി കേട്ടോ. അതിലുണ്ട് ഒരു നടുക്കൊരു പാട് വന്നിട്ടുണ്ട്. അത് എങ്ങനെ ആകും നോക്കാം. എന്തായാലും നമുക്കിത് അരിച്ചൊഴിക്കാം. അരിച്ചതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഫുള്ള് നന്നായിട്ട് അരിച്ചൊഴിക്കുന്നതുകൊണ്ട് അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിത് ഇഡലിച്ചെമ്പ്, അപ്പച്ചെമ്പ് എന്നൊക്കെ പറയുന്ന പാത്രത്തിലാണ് ആവി കയറ്റാൻ വെക്കുന്നത്. ആവി കയറ്റാൻ വെക്കുന്നതിൻ്റെ ഒപ്പം ആ പാത്രവും കൂടെ ഒന്ന് മൂടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അപ്പച്ചെമ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുന്നത്. എന്നിട്ടൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ ഒരു അരമണിക്കൂറും കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് തട്ടിയെടുക്കുമ്പം ഇങ്ങനെ കിട്ടി, കണ്ടില്ലേ? ആ നടുക്ക് കൊച്ച് പണിത്തതിൻ്റെ ഒരു പാട് അവിടെ ഇരിപ്പുണ്ട്. അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും, അത്രയും സോഫ്റ്റാണ്. നാവിലിട്ട അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലേ, അതാണ് കേട്ടോ ശരിക്കും. എന്തായാലും നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൈപ്പ് ട്രൈ ചെയ്ത് ചീറ്റിപ്പോയതായിരുന്നു. പക്ഷേ ഇതാണ് കേട്ടോ പെർഫെക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.